ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 34-ാം വാക്യം. ഇവൻ ഇസ്രയേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ശിമിയോൻ ഈശോയെക്കുറിച്ച് പറയുന്ന മനോഹരമായ വാക്കുകളാണ്. ഈ ഒരു വചനം ഇന്ന് നമുക്ക് ആത്മവിചിന്തനത്തിനായിട്ട് എൻ്റെ ദൈവം തരുന്നതാണ്. ഈ ഒരു വചനം ധ്യാനിക്കുമ്പോൾ നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈശോ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഉയർച്ചയ്ക്കാണോ കാരണമാകുന്നത്, അതോ എൻ്റെ വീഴ്ചയ്ക്ക് കാരണമാകുന്നുണ്ടോ? എപ്പോഴാണ് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ എൻ്റെ വീഴ്ചയ്ക്ക് കാരണമായിട്ട് തീരുന്നത്? ഞാൻ പോകുന്ന വഴികൾ തെറ്റാകുമ്പോൾ, പാപത്തിലൂടെ ഞാൻ സഞ്ചരിക്കുമ്പോൾ എൻ്റെ ദൈവം എന്നെ പേടിപ്പിക്കുന്ന ഒന്നായിട്ട് മാറുകയാണ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം എന്ന് പറയുന്നത് എൻ്റെ വീഴ്ചയ്ക്ക് കാരണമായിട്ട് തീരും. കാരണം ഞാൻ പോകുന്ന വഴി പാപത്തിൻ്റെ വഴിയായതുകൊണ്ടാണ്. ഞാൻ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് വിശുദ്ധിയുടെ മാർഗത്തിലൂടെ ഞാൻ മുന്നേറിയാൽ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും എൻ്റെ ദൈവം എൻ്റെ നാശത്തിന് കാരണമാവത്തില്ല, മറിച്ച് എൻ്റെ ഉയർച്ചയ്ക്ക് കാരണമായിട്ട് തീരും. അവൻ പറയുന്നത് കേൾക്കാനായിട്ട് എനിക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ, നമ്മളിരുന്ന് ആത്മശോധന ചെയ്യണം. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവമുണ്ടോ? എൻ്റെ ദൈവം പറയുന്നത് കേൾക്കുവാനായിട്ട്, അതനുസരിച്ച് ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? ഈ വചനം നമ്മളോട് പറയുന്നത് അത് തന്നെയാണ്. നീ എൻ്റെ വചനം പാലിച്ചാല്, എന്നെ സ്നേഹിച്ചാല്, എന്നോട് ചേർന്നിരുന്നാല് നിന്റെ ജീവിതത്തിൽ നിനക്ക് ഉയർച്ചയുണ്ടാവും. നീ എന്നിൽ നിന്ന് മാറി നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ലോകത്തിലെ ആഗ്രഹങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിച്ചാൽ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നിനക്ക് ഉയർച്ചയുണ്ടാവത്തില്ല, മറിച്ച് നീ വീണു പോകും. നിനക്ക് നാശമായിരിക്കും സംഭവിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് ഒന്ന് ആത്മശോധന ചെയ്യണം. ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ, വീഴ്ചകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എൻ്റെ ദൈവത്തിൽ നിന്ന് അകന്ന് ഞാൻ ജീവിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൂടുതൽ അടുത്തു വരാം, അവനെ കൂടുതൽ സ്നേഹിക്കാം, അവൻ്റെ കരം പിടിച്ച് ജീവിതത്തിൽ യാത്ര ചെയ്യാം. അവൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ ഒരിക്കലും വീണു പോകത്തില്ല, മറിച്ച് അവനോട് ചേർന്നിരിക്കുന്നവന് ജീവിതത്തിൽ എന്നും വിജയം മാത്രമായിരിക്കും ഉണ്ടാവുക. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ നമ്മൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് തയ്യാറാവണം. അങ്ങനെയുള്ള ബന്ധങ്ങളായിക്കൊള്ളട്ടെ, എൻ്റെ ജീവിതത്തിലെ ചില ദോഷങ്ങളായിക്കൊള്ളട്ടെ, അവയൊക്കെ വേണ്ട എന്ന് വെക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം. ഈ ലോകത്തെ സ്നേഹിക്കുന്ന ഒരുവനും ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ ലോകത്തെ സ്നേഹിക്കാതെ എൻ്റെ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാനായിട്ട്, അവന് വേണ്ടി എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും മാറ്റിവെക്കുവാനായിട്ട്, അവൻ്റെ കരം പിടിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട്, അങ്ങനെ ജീവിതത്തിൽ വിജയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.